Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോ കാണാൻ സ്വാഗതം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് നോക്കാം. ക്രിസ്റ്റൽസ് ആണ്, അത് കുഞ്ഞതും വലുതും എടുത്തിട്ടുണ്ട്. പിന്നെ ബീഡ്സ്, ട്യൂബ് ബീഡ്സ്, കോപ്പർ വയർ, കട്ടർ ആൻഡ് പ്ലയർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് കോപ്പർ വയർ എടുക്കുക, അതിലോട്ട് ബീഡ്സ് കോർക്കുക. ബീഡ്സ് കോർക്കുമ്പോൾ ഫസ്റ്റ് കുഞ്ഞ ക്രിസ്റ്റലും അതിനുശേഷം വലിയ ക്രിസ്റ്റലും കോർക്കുക. വലിയ ക്രിസ്റ്റൽ കോർത്ത ശേഷം നമ്മൾ ഈ കോപ്പർ വയർ വീണ്ടും ഒരു അറ്റം എടുത്തിട്ട് വലിയ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലോട്ട് കോർക്കേണ്ടതിൽ കാണിക്കുന്ന പോലെ തിരിച്ച് കോർത്ത് കോപ്പർ വയർ വലിച്ച് നല്ല ടൈറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതുപോലെ നല്ല ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്തുകൂടെ നമുക്ക് നെക്സ്റ്റ് ബീഡിങ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഇത് വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഈ കോപ്പർ വയറിൻ്റെ കട്ടി കൂടുന്നതനുസരിച്ച് നമുക്ക് കോർത്ത് അത് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്ലെയർ വെച്ചൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി, കൈകൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ. അത് കഴിഞ്ഞാൽ ഈ ട്യൂബ് ബീഡ്സ്, അത് ട്യൂബിൻ്റെ ഷേപ്പിലുള്ള കുഞ്ഞ ബീഡ്സ് ആണ്, അതുകൊണ്ടാണ് അതിന് ട്യൂബ് ബീഡ്സ് എന്ന് പറയുന്നത്. അത് കോർക്കാം. അത് ഇവിടെ ഞാൻ ഫസ്റ്റ് ഒരു 4 ട്യൂബ് ബീഡ്സ് ആണ് കോർക്കുന്നത്. ട്യൂബ് ബീഡ്സ് 4 കോർത്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ക്രിസ്റ്റൽ, അത് കഴിഞ്ഞാൽ വീണ്ടും ഈ 4 ട്യൂബ് ബീഡ്സ് കോർക്കും. ഇപ്പം നമ്മൾ ഇത്രയും കോർത്ത് കഴിഞ്ഞു. അതായത് 4 ട്യൂബ് ബീഡ്സ്, ഒരു കുഞ്ഞ് ക്രിസ്റ്റൽ, വീണ്ടും 4 കുഞ്ഞു ട്യൂബ് ബീഡ്സ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കോർത്ത പോലെ തന്നെ വലിയൊരു ക്രിസ്റ്റൽ ബീഡും ഒരു കുഞ്ഞ് ക്രിസ്റ്റൽ ബീഡും കോർക്കുക. ഇനി കുഞ്ഞ് ക്രിസ്റ്റൽ ബീഡിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് നമുക്ക് വലിയ ക്രിസ്റ്റലിൻ്റെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം, ടൈറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അറ്റം എടുത്തിട്ട് ഈ വലിയ ക്രിസ്റ്റൽ മുത്തിൻ്റെ ഉള്ളിലൂടെ എടുത്ത് നന്നായി ടൈറ്റ് ചെയ്യാം. ഇത് നന്നായി ടൈറ്റ് ചെയ്യാൻ കൈകൊണ്ട് ചിലപ്പോൾ വലിച്ചാൽ കിട്ടില്ല, നന്നായിട്ട് ഫസ്റ്റ് കിട്ടും. ലാസ്റ്റ് നമുക്ക് അവിടെ ഗ്യാപ്പ് ഇല്ലാതെ വരണമെങ്കിൽ പ്ലെയർ വെച്ചിട്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി. ഇതിനേക്കാൾ കട്ടി കുറഞ്ഞ കോപ്പർ വയർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഈസി ചെയ്യാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ചുകൂടി അതങ്ങനെ ടൈറ്റായിട്ട് നിൽക്കാൻ ഇത് തന്നെയായിരിക്കും ബെറ്റർ. അപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ സ്റ്റെപ്പും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇനി 4 കുഞ്ഞ് ട്യൂബ് ബീഡ്സ് കോർക്കുക, നടുവിൽ ഒരു കുഞ്ഞ് ക്രിസ്റ്റൽ ബീഡ് കോർക്കുക, വീണ്ടും ഈ ട്യൂബ് ബീഡ്സ് 4 കോർക്കുക. പിന്നെ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വലിയ ക്രിസ്റ്റൽ ബീഡും കുഞ്ഞ് ക്രിസ്റ്റൽ ബീഡും ചെയ്യുക, വീണ്ടും അത് തിരിച്ചെടുത്ത് ലോക്ക് ചെയ്യുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇത്രയാണ് ചെയ്യാനുള്ളത് മെയിനായിട്ട്. പിന്നെ ഈ കുഞ്ഞ് ക്രിസ്റ്റൽ ബീഡിന് പകരം നമുക്ക് സാധാരണ മുത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത് പല കളറിൽ യൂസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഈ സ്റ്റാറിൻ്റെ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ഭാഗത്തിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ശരിക്കും അറിയും കുറച്ചുകൂടി. ഇതിപ്പോൾ ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ഒന്ന് കുറച്ച് നന്നായി ഒരു ഷൈനിങ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ക്രിസ്റ്റൽ തന്നെ എടുത്തത്, കളർ മിക്സ് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് എല്ലാം സെയിം കളർ എടുത്തത്. നമ്മുടെ സെക്കൻഡ് ലെയറും സ്റ്റെപ്പും കഴിഞ്ഞു. ഇത് കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇത് ലോക്ക് ചെയ്ത് വെക്കും. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കുഞ്ഞ് ക്രിസ്റ്റൽ വരുന്ന ഭാഗത്ത് ഉള്ളിലോട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനെ വളച്ച് വെച്ചാൽ നമ്മൾ ആ കറക്റ്റ് സ്റ്റാറിൻ്റെ ഷേപ്പ് വരാൻ വളച്ച് വെക്കുമ്പോഴാണ് അങ്ങനെ വരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കോർത്ത് ഇങ്ങനെ സ്റ്റാറിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, കണ്ടിട്ട് എങ്ങനെ ചെയ്തിരുന്നത് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ചുകൂടി സ്ലോ ആയിട്ട് സ്റ്റാർട്ടിങ് കാണിച്ചത്. പിന്നെ അത് ഫസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം മെത്തേഡിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയെല്ലാം ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. ഇനി കംപ്ലീറ്റ് സ്ലോ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ വലുതാവും, ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നവർക്കും അതൊരു ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡും കൂടി ചേർത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ അതങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം കോർത്ത് കഴിഞ്ഞ ശേഷം ഒരു വലിയ ക്രിസ്റ്റലും ഒരു കുഞ്ഞു ക്രിസ്റ്റലും കോർക്കാം. അതിനുശേഷം
മറ്റേ എൻഡ് എടുത്തിട്ട് ഈ വലിയ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലൂടെ എടുത്ത് നമ്മൾ ആദ്യം ഇത്ര നേരം ചെയ്ത പോലെ തന്നെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് സ്റ്റാറിൻ്റെ ഷേപ്പായി. പിന്നെ ഇടയിൽ വരുന്ന കുഞ്ഞ് ക്രിസ്റ്റൽ ബീഡിൻ്റെ ആ ഭാഗത്തിൽ ഉള്ളിലോട്ടൊന്ന് ബെൻഡ് ചെയ്ത് വെക്കണം നന്നായിട്ട്. പിന്നെ ഈ 2 സൈഡിൽ കോപ്പർ വയർ കൂടി നമുക്ക് നന്നായി ചുറ്റി വെച്ച് ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. കമ്പി അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വളച്ച് അതെല്ലാം വളയുന്നുണ്ട്. അതൊക്കെ സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം നല്ല ഭംഗിയാക്കിയ ശേഷം ഈ കമ്പി രണ്ടും കൂടി ചേർത്ത് നമുക്ക് ചുറ്റി വയ്ക്കാം. സ്റ്റാർട്ടിങ് കൈകൊണ്ട് ചുറ്റാം. 1-2 ചുറ്റ് കൈകൊണ്ട് ചുറ്റിയ ശേഷം നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന വയറ് പ്ലെയർ യൂസ് ചെയ്തിട്ട് കട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത ശേഷം അവിടെ നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാം. അതായത് ഈ മാലയിൽ കോർത്തിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിങ് വേണമല്ലോ. അതിന് വേണ്ടി ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് റൗണ്ട് നോസ് പ്ലെയർ ആണ് കേട്ടോ. റൗണ്ട് നോസ് പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ലൂപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഈ പ്ലെയറിൻ്റെ ഇപ്പോൾ ടിപ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും ചെറിയ ലൂപ്പ് ഉണ്ടാക്കാം. അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ലോക്കറ്റ് റെഡിയായി. ഇതുപോലെ 2 ആണെങ്കിൽ നമുക്കത് കമ്മലായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ ബ്ലാക്ക് കളർ ചരട്ട് ഉണ്ടാവുമല്ലോ, അതിലെല്ലാം കോർത്തിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ കമ്മലാണെങ്കിൽ ഇതുപോലെ തന്നെ ഹുക്കിൽ ജസ്റ്റ് ഇതിൻ്റെ ആ ലൂപ്പ് ഉണ്ടാവുമല്ലോ, കമ്മലിൽ ഹുക്കിലുള്ള ലൂപ്പ് ഒന്ന് അകത്തിയിട്ട് അതിലിത് കോർത്തിട്ട് നമുക്ക് ഇടാം. ഇതിപ്പോൾ ഞാൻ ഗോൾഡൻ കളർ ഹുക്കാണ് എടുത്തിരിക്കുന്നത്. സിൽവർ കളർ ആണെങ്കിൽ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ഉണ്ടാക്കിയിട്ട് നമുക്ക് കമ്മലായിട്ട് യൂസ് ചെയ്യാം. സിംഗിൾ പീസ് ആണെങ്കിൽ നമുക്കത് ലോക്കറ്റായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സാധാരണ ബ്ലാക്ക് കളർ ചരട്ടിൽ കുറച്ച് ലോങ് ആയിട്ട് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഒരു സിൽവർ ചെയിനിലാണ് ഞാൻ കോർത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റിലൊക്കെ കാണിക്കുമ്പോൾ സിൽവറിൻ്റെ ആ ഒരു കളറും ഇതിൻ്റെ ക്രിസ്റ്റൽ ആയതുകൊണ്ട് രണ്ടിൻ്റെയും കൂടി നല്ല ഷൈനിങ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സജഷൻസ് ഒപ്പീനിയൻസ് എല്ലാം എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.